മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചി സുഭാഷ് പാർക്കിന് സമീപം മരം വീണ് ഗതാഗത തടസ്സം. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, കൊച്ചി സുഭാഷ് പാർക്കിന് സമീപമാണ് ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മരം മുറിച്ചു നീക്കും എന്നുള്ളതും കൂടിയാണ് അധികൃതരടക്കം അറിയിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഒരു അപകട സാധ്യത ആളപായമൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമെന്ന് പറയുന്നത്. അപകട സാധ്യത തീരെ ഇല്ല, ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൂടിയാണ്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു മരം മുറിച്ചു മാറ്റി വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിക്കും എന്നുള്ളതും കൂടിയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. രേണുക, ശരി കാളിദാസൻ, വ്യക്തമാണ്. കൊച്ചി സുഭാഷ് പാർക്കിന് സമീപമാണ് ഇപ്പോൾ മരം വീണിരിക്കുന്നത്. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. മറ്റ് അപകട സാധ്യതകളൊന്നുമില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കാളിദാസൻ, ഇത് ഏകദേശം ഈ മരം വീണിട്ട് എത്ര സമയമായി കാണും? രേണുക, അധികം സമയമായിട്ടില്ല, അല്പസമയമായിട്ടേ ഉള്ളൂ. ഗതാഗതം മെല്ലെ വലിയ ബ്ലോക്കിലേക്ക് മാറുന്നൊരു സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മരം മുറിച്ച് നീക്കി അത് വീണ്ടും ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇരുവശത്തേക്കും, അതായത് കൃത്യമായി പറഞ്ഞാൽ മറൈൻ ഡ്രൈവ് ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്ന വഴിയാണ് ഈ ചുറ്റുവട്ടം എന്ന് പറയുന്നത്. അത്രയും തിരക്കേറിയ ഒരു വഴി കൂടിയാണ്. കമ്മീഷണർ ഓഫീസും മഹാരാജാസ് കോളേജും ലോ കോളേജും സെന്റ് തെരേസാസ് കോളേജും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വഴി കൂടിയാണ്. നഴ്സിംഗ് കോളേജും ഒക്കെ, കൃത്യമായി പറഞ്ഞ നഴ്സിംഗ് കോളേജിന് മുന്നിലായിട്ടാണ് ഈ ഒരു തണൽമരം വീണത്. മഴ തന്നെയാണ് ഇത്തരത്തിൽ ഈ തണൽമരം ഇങ്ങനെ വീഴാൻ, റോഡിലേക്ക് വീഴാൻ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ തന്നെ ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഉള്ള പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നുള്ളത് കൂടിയാണ്. അതേസമയം നമുക്ക് ഈ ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കും വലിയ രീതിയിലൊരു നീണ്ട നിര, ഒരു ബ്ലോക്ക് തന്നെ ഉണ്ട് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ച് വീണ്ടും പഴയപടി തന്നെ ഈ റോഡ് തയ്യാറാകുമെന്നുള്ളതും കൂടിയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. രേണുക, ശരി കാളിദാസൻ, വ്യക്തമാണ്. കൊച്ചിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്താണ് ഇപ്പോൾ മരം വീണ ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയാലേ ഗതാഗതം നമുക്ക് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ, യോഗ്യമാക്കാൻ കഴിയുള്ളൂ. എന്തായാലും അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ അധികൃതരും. എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗതം യോഗ്യമാക്കണം. ഇതാണ് ഇപ്പോൾ നിലവിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിവരങ്ങൾ പങ്കുവച്ചത് കാളിദാസനാണ്.